നമ്മുടെ ശരീരത്തിൽ നിശബ്ദനായിട്ടിരുന്നുകൊണ്ട് വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് യൂറിക് ആസിഡ്. നമ്മൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ കാലുവിരലുകളിൽ പെട്ടെന്ന് കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദനയോ അല്ലെങ്കിൽ സന്ധികളിൽ വീക്കം വേദനയൊക്കെ വരുമ്പം ഇത് യൂറിക് ആസിഡ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് കണക്കാക്കാറുണ്ട് ചിലർ. അപ്പോൾ എന്താണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കുമ്പോഴും അതുപോലെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഭക്ഷണത്തിലുള്ള പ്യൂറിൻ എന്നുള്ള ഘടകം ദഹിക്കുമ്പോഴും ഉണ്ടാകുന്ന മാലിന്യമാണ് യൂറിക് ആസിഡ്. പൊതുവെ യൂറിക് ആസിഡ് രക്തത്തിൽ ലയിച്ച് വൃക്ക വഴി മൂത്രം വഴി പുറന്തള്ളി കളയുകയാണ് ചെയ്യൽ. പക്ഷെ ചില കാരണത്താൽ ഇത് രക്തത്തിൽ കെട്ടിക്കിടന്ന് ക്രിസ്റ്റലായിട്ട് മാറി ജോയിന്റുകളിൽ അടിഞ്ഞുകൂടും. അതാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. പിന്നെ യൂറിക് ആസിഡ് കൂടുതലായി കഴിഞ്ഞാൽ കിഡ്നിയിൽ അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺ വരെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 90% രക്തത്തിൽ യൂറിക് ആസിഡ് കൂടാനുള്ള മെയിൻ റീസൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് പ്രമേഹ രോഗം, അമിതവണ്ണം, PCOD, ഫാറ്റി ലിവർ. അപ്പം ഇനി എന്താണ് മെയിൻലി ഒഴിവാക്കേണ്ടത്? മെയിൻലി നമ്മൾ ഒഴിവാക്കേണ്ടത് റെഡ് മീറ്റ് ആണ്. അതായത് ബീഫ്, പോർക്ക്, അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങൾ, അയല, ചൂര, കേര, മത്തി. ആൽക്കഹോൾ പ്രത്യേകിച്ചിട്ട് ഒഴിവാക്കണം. പ്രത്യേകിച്ച് അതിൽ ബിയർ ആണെങ്കിൽ നമ്മുടെ യൂറിക് ആസിഡ് പുറന്തള്ളുന്നത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് കളയും. മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ, ഷുഗറി ഡ്രിങ്ക്സ്, ഷുഗർ കട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഷുഗർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൈദ ഐറ്റംസും കംപ്ലീറ്റ് ആയിട്ട് വറുത്തതും പൊരിച്ചതും ഇങ്ങനെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കൊടുക്കുക.